സ്നേഹസന്ദേശത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉപമകളെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ പ്രസംഗങ്ങളിലും പഠിപ്പിക്കലുകളിലും അനേകം ഉപമകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുള്ള ഉപമകളൊന്നും അർത്ഥമില്ലാത്തവയല്ല. താൻ സംസാരിക്കുന്ന വിഷയത്തോട് ചേർത്ത് നിൽക്കുന്ന വളരെ ആശയം നിറഞ്ഞിട്ടുള്ള ഉപമകളായിരുന്നു. കർത്താവ് പഠിപ്പിച്ച ഉപമകൾ ചിലത് നമുക്ക് ചിന്തിച്ചാലോ? ആദ്യമായി ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. കർത്താവിൻ്റെ ഈ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഉപമ എന്തുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പ്രസംഗം അവിടെ നടത്തുകയാണ്. ശിഷ്യന്മാരോടും പുരുഷാരത്തോടും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷയം ദൈവത്തെ ഭയപ്പെടണം എന്നതായിരുന്നു. ദൈവത്തെയാണ് മനുഷ്യൻ ഭയപ്പെടേണ്ടത്. ഈ വസ്തുത പറഞ്ഞു വരുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് പുരുഷാരത്തിൽ ഒരുത്തൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണമേ, കർത്താവായ യേശുക്രിസ്തു ദൈവത്തെ ഭയപ്പെടണമെന്നുള്ള വളരെ പരമപ്രധാനമായൊരു വിഷയം സംസാരിച്ചു വരുമ്പോൾ കർത്താവ് പഠിപ്പിച്ചു വരുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചോദ്യം കേൾവിക്കാരിൽ ഒരുവൻ ചോദിക്കുകയാണ്. കർത്താവ് വേണമെങ്കിൽ അവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാമായിരുന്നു. അല്ലെങ്കിൽ അവൻ്റെ ആവശ്യം അവൻ്റെ ഒരു കുടുംബ പ്രശ്നമാണ്. തൻ്റെ സഹോദരനുമായിട്ടുള്ള തൻ്റെ സ്ഥലം വീതം വയ്ക്കണം എന്നതായിരുന്നു. എന്നാൽ കർത്താവ് അത് ചെയ്തു കൊടുക്കുവാൻ കഴിയുമായിരുന്നിട്ടും, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കുവാൻ കഴിയുമായിരുന്നിട്ടും കർത്താവ് അതിനൊന്നും തുനിയുന്നതായിട്ട് നാം വായിക്കുന്നില്ല. മറിച്ച് കർത്താവ് ഈ ഉപമയാണ് ഇവിടെ പറയുന്നത്. അവൻ ചോദിച്ച ചോദ്യം ആവശ്യമല്ലായിരുന്നോ? തീർച്ചയായിട്ടും അതൊരു ആവശ്യമുള്ള കാര്യമാണ് ചോദിച്ചത്. ചോദിച്ച വ്യക്തിയും കൃത്യമായിരുന്നു. കർത്താവിനോട് തന്നെ തൻ്റെ പ്രശ്നം കൊണ്ട് വന്നത്. എന്നാൽ അവൻ ചോദിച്ച സമയം ഒട്ടും ശരിയല്ലായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കേണ്ടിയ സമയത്തും അവൻ്റെ ചിന്ത മുഴുവൻ പോയത് അവൻ്റെ സാമ്പത്തിക കാര്യത്തിലായിരുന്നു. ഇങ്ങനെ അനേക ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. എന്തെന്നറിയാമോ? ഒരുപക്ഷെങ്കിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ മറ്റു പല കാര്യങ്ങളാണ്. ഒരുപക്ഷെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, ദാമ്പത്തിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരിക്കും മനസ്സിൽ. ഒരു വശത്ത് വചനം കേൾക്കുമ്പോൾ മറുവശത്ത് വചനത്തിൽ നമ്മെ നീക്കി നിർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇവിടെ ഈ മനുഷ്യൻ തൻ്റെ സാമ്പത്തിക പ്രശ്നവുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഉപമയിലൂടെ അവൻ്റെ പ്രശ്നം എന്തെന്നും അതിൻ്റെ പരിഹാരം എന്തെന്നും കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു 15-ാമത്തെ വാക്യത്തിൽ അവൻ്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് പറയുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവനെ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാതിരിക്കുവാൻ നയിച്ചതെന്തായിരുന്നു? ദ്രവ്യാഗ്രഹമായിരുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമാകുന്നുവെന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് നാം കേൾക്കുന്ന അനേക വാർത്തകളിലും പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് പണത്തോടുള്ള അതിയായ മോഹമാണ്. കേൾക്കുന്ന അനേക കൊലപാതകങ്ങൾ, നാം കേൾക്കുന്ന ബിസിനസ്സിലെ ചതിവുകൾ, ആളുകളെ പറ്റിക്കുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും ബിസിനസ്സുകളിലും എല്ലാം പണത്തോടുള്ള അതിയായ മോഹത്തിൽ നിന്നും ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സംഭവിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോഴും അനേക ഉദാഹരണങ്ങൾ ദ്രവ്യാഗ്രഹത്തോട് അല്ലെങ്കിൽ അതിമോഹത്തോടനുബന്ധിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഈ ഉപമയിൽ കർത്താവ് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആത്മീക ജീവിതത്തിന് സഹായകമാകുന്നതാണ്. ഒന്നാമത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അത്യാഗ്രഹിയായിരിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നത്
തനിക്ക് പണമുണ്ടെങ്കിൽ എല്ലാമായി എന്നതാണ്. ഈ ഉപമയിൽ കർത്താവ് പറയുന്ന ധനവാന്റെ ഒന്നാമത്തെ അവനിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ, ഈ ധനവാൻ ആവർത്തിച്ചു പറയുന്ന തൻ്റെ വാക്കുകളിൽ തന്നെ അത് കാണാൻ കഴിയും. 16 മുതലുള്ള വാക്യങ്ങൾ ഇനിയും വായിക്കുന്നില്ല, എങ്കിലും 18-ാമത്തെ വാക്യം 17ഉം 18ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ പറഞ്ഞു. ഞാൻ ഇതു ചെയ്യും. എൻ്റെ കളപ്പുരകൾ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയുമെല്ലാം അതിൽ കൂട്ടിവെക്കും. ഇവിടെ 10 പ്രാവശ്യം ഈ കർത്താവ് പറയുന്ന ഉപമയിലെ ധനവാൻ എൻ്റെ, ഞാൻ എന്നുള്ള പദം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് കടന്നു വരുമ്പോൾ അത്യാഗ്രഹിയായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്. അവനെല്ലാം എൻ്റേതാണെന്നുള്ളൊരു മനോഭാവം അവനുണ്ടാകും. അവൻ കാണുന്നതെല്ലാം അവൻ്റെ കൈക്കരുത്താണ്. എൻ്റെ വിളവ്, എൻ്റെ കളപ്പുര, ഞാൻ അധികം വലിയവ പണിയും, ഞാൻ അത് ചെയ്യും, ഇതെല്ലാം എൻ്റേത് എന്നൊരു ചിന്താഗതി. അപ്പോൾ ആരാ അവിടെ ഇല്ലാതായിപ്പോയത്? ദൈവത്തെ അവൻ മറന്നുപോകും. ദൈവം അവൻ്റെ ജീവിതത്തിൽ യാതൊരു വിലയുമില്ലാത്തതായി തീർന്നു. ഇതെല്ലാം തൻ്റെ കഴിവുകൊണ്ട്, തൻ്റെ മിടുക്കുകൊണ്ട് നേടിയെടുത്തു എന്നൊരു ചിന്ത ഈ ധനവാൻ ഇവിടെ കടന്നു വരികയാണ്. പ്രിയരെ, അതെത്ര വലിയൊരു വാസ്തവമാണ്. പലപ്പോഴും നാം പറയുന്നത് പോലെ പാലം കടക്കുന്നത് വരെ മാത്രമായിരിക്കും ദൈവത്തിന് വേണ്ടത്. എന്നാൽ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിക്കഴിയുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരല്ലേ അനേകരും. തങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ദൈവത്തെ മതി. അതുകൊണ്ടാണ് രോഗസൗഖ്യമെന്നും അത്ഭുത വിടുതലെന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് ആളുകൾ ഓടി വരുന്നത്. എന്നാൽ അവരുടെ ആവശ്യം ലഭിച്ചു കഴിയുമ്പോൾ, പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി കഴിയുമ്പോൾ ദൈവത്തോട് നന്ദി പറയുവാൻ തുനിയുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. നാം വായിക്കുന്നത് പോലെ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായതിൽ ഒരുവൻ മാത്രമേ നന്ദി പറയുവാൻ മടങ്ങി വന്നുള്ളൂ. ഇതൊരു വലിയ വാസ്തവമാണ്. അനേകരും തങ്ങളുടെ സമൃദ്ധിയിൽ ദൈവത്തെ മറന്നുകളയാറുണ്ട്. ഇവിടെ ഈ ധനവാനും ദൈവം എനിക്ക് ഈ വിളവ് നൽകിയെന്ന് അവൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവമല്ല ഇതെല്ലാം അവന് നൽകിയത്. അവൻ കൃഷി ചെയ്തുവെന്നത് വാസ്തവമാണ്. എന്നാൽ അവൻ്റെ കൃഷിക്ക് ആവശ്യമായ വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ നൽകിയ ദൈവമായിരുന്നുവല്ലോ. ഇനി അവന് വേല ചെയ്യുവാൻ ആരോഗ്യം കൊടുത്തത് ആരാണ്? അതും ദൈവമായിരുന്നു. എന്നാൽ ഇവൻ വിളവെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പറയുക, എൻ്റെ വിളവ്, എൻ്റെ കളപ്പുര ദൈവത്തെ മറന്നു കളഞ്ഞിരിക്കുന്നു. വലിയൊരു പാഠമാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം സമൃദ്ധി നൽകുമ്പോൾ, നന്മകൾ നൽകിത്തരുമ്പോൾ നാം ദൈവത്തെയാണോ കാണുന്നത്? അത് നമ്മെ തന്നെയാണോ? എനിക്കിതെല്ലാം ദൈവം നൽകിയെന്നാണോ നാം പറയുന്നത്? അതോ എൻ്റെ കൈവിരുതുകൊണ്ട്, എൻ്റെ മിടുക്കുകൊണ്ട് ഞാനിതെല്ലാം നേടിയെടുത്തു എന്നതാണോ? നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. പ്രിയരെ, നാം അനുഭവിക്കുന്ന നന്മകളൊക്കെ ദൈവം നമുക്ക് നൽകുന്ന നല്ല ദാനങ്ങളാണ്. നാം നന്ദിയുള്ളവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവം. അപ്പോൾ ദൈവം എനിക്ക് ഭൗതിക നന്മകൾ നൽകുമ്പോൾ ഞാൻ നല്ലവനായതുകൊണ്ട് എനിക്ക് ലഭിക്കുന്നു എന്നതല്ല, മറിച്ച് എൻ്റെ ദൈവം നല്ലവനായതുകൊണ്ട് ഇതൊക്കെയും എനിക്ക് ലഭിച്ചു എന്നത്രേ നാം പറയേണ്ടത്. ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഭൗതികപരമായിട്ട് നല്ല സമ്പത്തുമൊക്കെ ഉള്ളതിൻ്റെ കാരണം ഞാൻ വളരെ ആത്മീകനായതുകൊണ്ടാണ് എന്നതാണ്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഭൗതികമായിട്ട് നന്മകൾ നൽകും. എന്നാൽ അതെല്ലായ്പ്പോഴും എൻ്റെ ആത്മീകത കൊണ്ട് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബൈബിളിലേക്ക് വരുമ്പോൾ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ ഉദാഹരണം എടുത്താൽ, മോശയോട് ദൈവം കൽപ്പിച്ചു, നീ പാറയോട് കൽപ്പിക്കുക എന്ന്. എന്നാൽ മോശ എന്താ ചെയ്തത്? മോശ വടിയെടുത്ത് പാറയെ അടിച്ചു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ അനുസരണക്കേട് കാണിച്ചല്ലോ, അതുകൊണ്ട് വെള്ളം നിനക്ക് തരുന്നില്ല. അങ്ങനെ സംഭവിച്ചോ? ഇല്ല. അവൻ പാറയെ അടിച്ചിട്ടും, എന്ന് വെച്ചാൽ അനുസരണക്കേട് കാണിച്ചിട്ടും പാറയിൽ നിന്ന് വെള്ളം വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഭൗതികപരമായി നൽകേണ്ടുന്നത് ദൈവം ഒഴിവാക്കുന്നില്ല. ഇനി യാക്കോബിൻ്റെ ഉദാഹരണം എടുത്തേ. യാക്കോബ് തൻ്റെ പിതാവിനെയും തൻ്റെ സഹോദരനെയും ഒക്കെ ഉപായത്തരത്തിലൂടെ പറ്റിച്ചിട്ട് പദ്ദൻഅരാമിലേക്ക് പോയി. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, തൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കൊടുക്കുവാനായ അനേകം പണം, സമ്പത്ത് തൻ്റെ പക്കലുണ്ടായിരുന്നു. അപ്പോൾ ഉപായത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തനിക്ക് ഭൗതികപരമായി ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് ഭൗതികപരമായി നമുക്ക് നേട്ടങ്ങൾ, സമ്പത്തൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ ആത്മീയത കൊണ്ടാണെന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. മറിച്ച്
ഇവയൊക്കെയും ദൈവം നമുക്ക് നൽകുന്നു എന്ന് പറയാം. എന്നാൽ ദൈവം നൽകാതെ നമുക്ക് നേടാൻ കഴിയും. എങ്ങനെ? തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി സമ്പത്തുള്ളവരായി തീരുന്ന ആളുകളെ നമുക്കറിയാം. ആ കൂട്ടരെക്കുറിച്ചല്ല പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഭൗതികപരമായ നന്മകൾ നൽകിത്തന്ന് നമ്മെ ആദരിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക നന്മകളിൽ ദൈവത്തെ മറക്കുന്നവരായി തീരാതെ ദൈവത്തെ കാണുന്നവരായി നാം തീരണം. നമുക്ക് ദൈവം ഭവനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഭവനം നോക്കുമ്പോൾ, നമുക്ക് വാഹനം നൽകിയിട്ടുണ്ടെങ്കിൽ വാഹനത്തെ നോക്കുമ്പോൾ, നമ്മുടെ കുടുംബജീവിതത്തെ നോക്കുമ്പോൾ, നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ, നമ്മെ നല്ലൊരു സനസഭയിൽ ദൈവമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ കാണുമ്പോൾ ദൈവത്തെ കാണുവാൻ, ദൈവമേ അങ്ങ് എനിക്കിതൊക്കെ നൽകി, അങ്ങാണിതിൻ്റെ പിന്നിലെന്ന് ചിന്തിക്കുവാനും അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം. ബൈബിളിലേക്ക് വരുമ്പോൾ നന്മകൾ ദൈവം നൽകുമ്പോൾ ദൈവത്തെ മറക്കാതെ നന്ദി പറയുന്ന അനേക സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഉദാഹരണം മാത്രം പറയട്ടെ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ദാവീദ് തന്നെ ദൈവം രാജാവാക്കി എന്നുള്ള ആ വസ്തുതയിൽ ദൈവത്തെ മറക്കാതെ ദൈവത്തോട് പറയുകയാണ്, ഞാനിതിനൊന്നും യോഗ്യനല്ല, അങ്ങ് നൽകി തന്നത് മാത്രമാണ്. പ്രിയരെ, ഇതല്ലേ നമുക്കും ഉണ്ടായിരിക്കേണ്ടുന്ന മനോഭാവം. നമുക്ക് വീണ്ടും ഉപമയിലേക്ക് മടങ്ങി വരാം. ഉപമയിൽ കർത്താവ് പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠം, നാം ദൈവത്തെ മറക്കുന്നവരായി തീരാതെ ദൈവത്തെ ഓർക്കുന്നവരും ദൈവത്തെ സകല നന്മകളിലൂടെയും കണ്ട് മഹത്വപ്പെടുത്തുന്നവരുമായി തീരണം. 2-ാമത്തെ കർത്താവ് പഠിപ്പിക്കുന്ന പാഠം, ഈ ധനവാനായ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ്. 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇവിടെ ധനവാനായ മനുഷ്യൻ തന്നോട് തന്നെ പറയുകയാണ്. എന്ന് വെച്ചാൽ തൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ട് പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്, ഇനി നിൻ്റെ ജീവിതം, ഇന്നത്തെ ഭാഷയിൽ യൗവനക്കാരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ഇനി ജീവിക്കാം, ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ ധനവാന്റെ 2-ാമത്തെ ഒരു മനോഭാവം. അനേകരും അങ്ങനെയാണ്. തനിക്ക് കുറേ പണമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഞാൻ വേറെ ഒന്നും നോക്കാൻ പോകില്ല, ഇനി എൻ്റെ ജീവിതം നോക്കി ഞാനൊരു സ്വാർത്ഥപരമായ ഒരു ജീവിതം നയിക്കും, എനിക്ക് ഇനി ആസ്വദിക്കണം, തിന്നണം, കുടിക്കണം, ആസ്വാദികരമായൊരു ജീവിതം നയിക്കണം എന്ന് ചിന്തിക്കുകയാണ്. പ്രിയരെ, ദൈവം അതിനായിട്ടാണോ നമ്മെ ഭൗതിക നന്മകൾ നൽകിത്തന്ന് നമ്മെ ആദരിക്കുന്നത്? ഒരിക്കലുമല്ല. നാം ദൈവത്തെക്കുറിച്ച് ചിന്തയുള്ളവരാകണം, ദൈവജനത്തെക്കുറിച്ച് ചിന്തയുള്ളവരാകണം. നാം സ്വാർത്ഥരാകുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം, അപ്പോൾ ഈ സമ്പത്തൊക്കെയുണ്ട്, ഇത് ഞാൻ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഒന്നുമല്ലേ ദൈവം നൽകിയിരിക്കുന്നത്? അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം. ഓൾ തിങ്സ് ആർ ഗിവൻ ഫോർ അസ് ടു എക്സ്പീരിയൻസ് ഓർ എൻജോയ് എന്നുള്ള വാക്കാണ്. ആസ്വദിക്കുവാൻ വേണ്ടി, അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സകലവും നൽകിയിരിക്കുന്നത്. നമ്മുടെ കുടുംബവും നമുക്ക് നൽകുന്ന സാമ്പത്തികപരമായ നന്മകളുമെല്ലാം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ കേവലം നാം സ്വാർത്ഥരായി തീരരുത്. നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി എനിക്ക് തിന്നണം, എനിക്ക് കുടിക്കണം, ഞാൻ മാത്രം ആസ്വദിക്കും എന്നതാവരുത്. മറിച്ച് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവർ ആയിരിക്കണം നാം. ഇതാണ് ഇതിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സമ്പത്തിനോടുള്ള ബന്ധത്തിൽ നാം ഓർത്തിരിക്കേണ്ടുന്ന 3 കാര്യങ്ങളുണ്ട്. ഏത് വിധേനയാണ് നാം അത് കൈകാര്യം ചെയ്യുന്നത്? 1-ാമത്തെ രീതി എന്ന് പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുടിയനായ പുത്രന്റെ ഉപമയുണ്ട്. അത് നഷ്ടപ്പെട്ട മകന്റെ ഉപമയെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ നഷ്ടപ്പെട്ട മകൻ, മുടിയനായ പുത്രൻ ചെയ്യുന്ന തൻ്റെ സമ്പത്തിനോടുള്ള അപ്രോച്ചുണ്ട്. എന്താ താൻ ചെയ്തത്? നാനാവിധമാക്കി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു, ഒരു പ്രയോജനമില്ലാത്തതാക്കി തീർന്നു. 2, ആ മൂത്ത മകനാണ്. മൂത്ത മകൻ എന്താ ചെയ്തത്? താൻ പറയുന്നുണ്ട്, എൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതന്മാരോടൊന്നിച്ച് എനിക്ക് സന്തോഷിക്കുവാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നൽകിയില്ല. അപ്പോൾ സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുക, എനിക്ക് ആസ്വദിക്കണം എന്നത് മാത്രം. മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ദൈവം നമുക്ക് നൽകിയതിനൊക്കെയും നല്ല കാര്യവിചാരകന്മാരായി നാം ആയിരിക്കണം, സ്റ്റുവാർഡായിരിക്കണം, ഗ്രഹവിചാരകന്മാരായിരിക്കണം. ദൈവം നൽകുന്നതിനെല്ലാറ്റിനും ഒരു കണക്ക് കൊടുക്കുന്നവരും കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരുമാകണം.
അപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിച്ചേക്കാം, സമ്പത്തുള്ളവരൊക്കെ ആത്മീകരല്ലേ എന്ന്. ഒരിക്കലുമല്ല. സമ്പത്ത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മെ മാറ്റുവാൻ പാടില്ലെന്നേ ഉള്ളൂ. അബ്രഹാമിനെ നോക്കിയാട്ടെ, അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഹി വോക്ക് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടന്നു. ദാവീദ് രാജാവായി തീർന്നതിന് ശേഷവും ദൈവത്തോട് കൂടെ നടക്കുന്നതായി വായിക്കുന്നു. അപ്പോൾ സമ്പത്ത് ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുകയല്ല, മറിച്ച് ദൈവത്തോട് അടുപ്പിക്കുകയത്രേ യഥാർത്ഥമായും ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു വസ്തുത നമുക്ക് ഈ ഉപമയിൽ നിന്ന് ചിന്തിക്കാം. ധനവാനോട് ദൈവം പറയുന്ന വാക്കുകൾ. ദൈവമോ അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. അനേക ആളുകളുടെ ഒരു ചിന്താഗതിയെ ദൈവം കർത്താവ് ഇവിടെ തകർക്കുകയാണ്. എന്തെന്നറിയാമോ? പണമുണ്ടെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വന്നു കഴിഞ്ഞു. പണമാണ് തൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കുറേ പണമുണ്ടെങ്കിൽ എനിക്ക് നല്ല ഹോസ്പിറ്റലിൽ പോയി നല്ല ചികിത്സ നേടാം. കുറേ പണമുണ്ടെങ്കിൽ എൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു സുരക്ഷിതത്വം, സെക്യൂരിറ്റി വയ്ക്കുവാനായിട്ട് കഴിയും. കുറേ സമ്പത്തുണ്ടെങ്കിൽ എല്ലാറ്റിനും സുരക്ഷിതത്വം ഉണ്ടാകുമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മെ തന്നെ പഠിപ്പിച്ച പാഠം ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടല്ലോ. ഒരു കോവിഡ് മതി നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ അടക്കി ഒതുക്കി നിർത്തുവാൻ. നമുക്ക് ഒരു കോവിഡ് വന്നാൽ മതി ജീവിതത്തിന് ഒട്ടും സുരക്ഷിതത്വമില്ലെന്ന് മനസ്സിലാകുവാൻ. ഒരു കണ്ണിന് കാണാൻ കഴിയാത്ത വൈറസിന് നമ്മയൊക്കെ വീട്ടിനകത്ത് ഇരുത്തുവാൻ കഴിയുമെങ്കിൽ തീരുന്നില്ല ഹോസ്പിറ്റലുകളിൽ ഇടമില്ലാത്ത അവസ്ഥകൾ. എത്ര പണമുണ്ടെങ്കിലും എത്ര ലക്ഷങ്ങളും കോടികളും നൽകിയാൽ പോലും ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥ. അപ്പോൾ മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ധനവാനോട് പറയുക, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ എടുത്താൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകും? ഇവിടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. എവിടെയാണ് നമ്മുടെ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പിക്കേണ്ടത്? അത് മറ്റാരിലുമല്ല, ദൈവത്തിൽ തന്നെയാണ്. 21 വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിഷേധിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. കർത്താവ് സുവിശേഷം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ മറന്ന്, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരുവൻ എന്തെല്ലാം ഈ ലോകത്ത് നേടിയെന്ന് പറഞ്ഞാലും തൻ്റെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ താൻ നഷ്ടമായിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ എന്തിലാണ് സമ്പന്നരായിരിക്കുന്നത്? ദൈവവിഷയമായി സമ്പന്നരാകുന്നുണ്ടോ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ നിക്ഷേപം വയ്ക്കുന്നവരാണോ നാം? അതോ ഈ ഭൂമിയിലെ ജീവിതം മാത്രം നോക്കി നിൽക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ഭൂമിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭൗതികത്തിലും സമ്പത്തിലും മാത്രം മോഹം വെച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നാം ഏറ്റവും അരിഷ്ടന്മാരായി തീർന്നിരിക്കുന്നുവെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഉപമ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 3 പാഠങ്ങളുണ്ട്. ഒന്ന്, ദൈവം നമുക്ക് ഭൗതിക നന്മകൾ നൽകുമ്പോൾ നാം ആരെയാണ് കാണുന്നത്? നമ്മെ തന്നെയാണോ അതോ ദൈവത്തെ കണ്ട് ദൈവത്തിന് മഹത്വമാണോ നൽകുന്നത്? 2, ഭൗതിക നന്മകളിൽ നാം എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആസ്വദിക്കുമെന്ന് സ്വാർത്ഥപരമായിട്ടാണോ അതോ ദൈവത്തിന് ഞാനിതെങ്ങനെ പ്രയോജനകരമാക്കി തീർക്കാം എന്നതാണോ? 3, ഈ സമ്പത്താണ് എൻ്റെ സുരക്ഷിതത്വം, എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം എന്ന് ചിന്തിച്ചാണ് പോകുന്നത്? അതോ കർത്താവിലാണ് എൻ്റെ സുരക്ഷിതത്വം, നിത്യജീവൻ നൽകുന്ന ദൈവത്തിലാണ് ഞാൻ ഉറച്ചിരിക്കുന്നത്, ദൈവവിഷയമായിട്ടാണ് ഞാൻ സമ്പന്നനായിരിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് ജീവിക്കുന്നത്? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഉപമയുമായിട്ട് നമുക്കൊന്നിച്ചു വരാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.